ഇതുവരെ ഉള്ള ദിവസങ്ങളിനകത്ത് ഏറ്റവും വീക്ക് ഇന്നായിരുന്നു. ഞാൻ ചത്തിയത്താണ് ഒരു കാര്യം ചെയ്തത്, പൊക്കാനേ പറ്റുന്നില്ല എനിക്ക്. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണ് എനിക്ക്. ഇന്ന് ഞാൻ ഓൾറെഡി രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ്, രാവിലെ 9:30 എഴുന്നേറ്റ് ഞാൻ. അപ്പം ഞാൻ നേരെ കയറി എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇത് നോക്കി, ഇന്റർനെറ്റ് തീർന്നെന്ന് തോന്നുന്നു. ഇന്ന് 13-12 കണ്ടായിരിക്കും, 12-ാം തീയതി രാത്രി കണ്ട തീരുന്നു. ഇനി ഇന്റർനെറ്റ് എത്ര രൂപ കൊടുക്കാനുള്ളത്? 1300 തോന്നുന്നു. ഇനി 1300 ഇതിനും കൊടുക്കണമല്ലോ. അർജുൻ എംപിയുടെ കാര്യങ്ങൾ കൊടുക്കാൻ പൈസ ഇല്ലേ? 1300 ഇത്. ഇനി അയാളെ വിളിച്ച് കൊടുക്കണം, അയാളിപ്പോൾ സെറ്റാക്കി തരും. പിന്നെ ഇന്നലെ മേടിച്ച മീനില്ലേ, അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് പോലെ. ഇന്നപ്പോൾ എനിക്ക് ഇറച്ചി കഴിക്കേണ്ട. എന്നാലും ഞാൻ ഇത് വിളിച്ച് പറയാം, ഇതിപ്പോൾ റെഡിയാക്കി തരുവാര്. എന്നോട് ബൈക്കിന് ടയർ ഞാൻ ചെയ്തില്ലല്ലേ? ബൈക്കിന്റെ ടയറോടെ കിടപ്പുണ്ടേ, അത് 3000 രൂപ. അതും ചെയ്യണമോ? എനിക്ക് എന്താണിത്? ചെലവ് മാത്രമേ ഉള്ളല്ലേ, ഇതെന്താണിത്? എന്തായാലും ഞാൻ ഇന്റർനെറ്റ് റെഡി ആക്കട്ടെ. അപ്പൊ അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ അമ്മ എനിക്ക് തന്നിരിക്കുന്ന മുട്ടയാണ്. ഇത് 6-7 7 മുട്ടയുണ്ട്. എനിക്ക് പുഴുങ്ങിയ മുട്ട വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല, മെനക്കേടാ തിന്നെ. വല്ല ബുൾസയൊക്കെയാണ് പെട്ടെന്ന് വിഴുങ്ങായിരുന്നു. പിന്നെ വല്ല ചിക്കിയതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തിന്നെ. അതൊക്കെ ഞാൻ കുറെ തിന്നും. ഇത് ശോകമാണ് മോനെ. ഇത് എന്ത് പറയാനാണ്? ഇന്നലെ അമ്മ ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നും കൂടി അമ്മ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്ത് പറ്റും അറിയാം? ആ മുട്ടകളിനകത്ത് ഒരു മുട്ട 2 മുട്ട സീനായിരുന്നു. ഇന്നലെ രാത്രി മറ്റേ 2 മുട്ട ഞാൻ സൈലന്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കഴിക്കണമെന്ന് എന്റെ കൊണ്ട് വന്നത്. ഞാൻ ആഹാരമൊക്കെ കഴിച്ച് 2 മുട്ട ബാക്കിയുണ്ട്, അവിടെ ഇരിക്കുന്നു. അതെനിക്ക് വേണ്ടിയുള്ളതല്ലായിരുന്നു, അനിയന് വേണ്ടി കൊടുത്തിട്ട് അവൻ കഴിക്കാൻ വെച്ചത്. രാവിലെ വൈകുന്നേരമായി. ഇപ്പൊ ഒരു ദിവസം പഴകിയ മുട്ട, ഈ ഫ്രഷ് മുട്ട പുഴുങ്ങിയതിനടക്കം അമ്മ എടുത്ത് വെച്ചിരിക്കുന്നു. മുട്ട പ്രയോഗമായിരുന്നു, അറിഞ്ഞുകൊണ്ട് ഞാൻ കഴിക്കട്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നാക്കെ തൊട്ട അറിയാം പഴകിയ സാധനം. നാക്കെ തൊട്ടതും കഴിച്ചതും എനിക്കപ്പോൾ തന്നെ പഴയത് കഴിക്കാം, പക്ഷെ എനിക്കിഷ്ടമല്ല. അമ്മയുടെ പോയി ചോദിച്ചു. അമ്മ അയ്യോ നീ അത് പറയുന്നതിന് മുമ്പ് എടുത്തോണ്ട് പോയി, അത് അമ്മ എനിക്ക് ഞാൻ സ്വയം കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്, നീ പറയുന്നതിന് മുമ്പ് എടുത്തോണ്ട് പോയതൊക്കെ പറഞ്ഞ് ഞാൻ ചതിച്ചിരിക്കുന്നു. ഞാനൊരു പഴകിയ മുട്ട എനിക്ക് എന്താ അതിരാവിലെ എന്റെ നാക്കിന്റെ ടേസ്റ്റ് കളഞ്ഞമ്മ. പിന്നെ വേറൊരു കാര്യം, എൻ്റെ കുറച്ച് പേര് കമന്റ്സ് ചോദിച്ചായിരുന്നു SGPTയും SGOTയുടെയും വാല്യൂ എന്തുവാണെന്ന്. അത് ഈ ലിവറിന്റെ ടെസ്റ്റിന്റെ ഓരോ വാല്യൂസാ. അത് നിങ്ങൾക്ക് ഇനി അറിയണമെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? SGOT എന്റെ 23 SGPT എന്റെ 16. ഇതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 35 അടിയിലും മറ്റേ 45 അടിയിലുമാണ് വേണ്ടത്. ഇത് ചെയ്യാന് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു ഡോക്ടർ പറയും കല്യാണത്തിന് മുമ്പേ നമ്മൾ ഒരു 2 ടെസ്റ്റ് എടുക്കണമെന്ന്. മെയിനായിട്ട് SGPT എടുക്കണം. SGPT 80 ആണെങ്കിൽ അവനൊരു mid-30 ഒക്കെ ആകുമ്പം ഒരു 35-36 വയസ്സൊക്കെ ആകുമ്പോൾ തട്ടിപ്പോവും. എന്ന് വെച്ചാൽ 7% 7 ഇരട്ടി കൂടുതലാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ. എനിക്ക് 16 ഉള്ളു മോനെ. 80 അവിടെ കിടക്കുന്നു, 16 അവിടെ കിടക്കുന്നു. എനിക്ക് ഹാർട്ട് അറ്റാക്കേ വരത്തില്ല. വരുമായിരിക്കും ചിലപ്പോൾ 60-70. എന്തായാലും ഞാൻ റെഡിയാ. കല്യാണം എപ്പോഴാണ് പറയും? അല്ല, നിങ്ങളല്ലേ ചോദിച്ച SGPT. എനിക്ക് ചിലപ്പോൾ അതിനുവേണ്ടി ആയിരിക്കും ആരെങ്കിലും. ഇൻസ്റ്റയുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത കേട്ടോ. ഇനി നമുക്ക് മീൻ കഴിക്കാം. ഇപ്പം ഇരുന്ന് കഴിച്ച് തീരുമാനമാക്കിയാൽ വൈകുന്നേരം വരെ ഞാൻ ഛർദ്ദിക്കായിരിക്കത്തുള്ളൂ ജിമ്മിൽ പോകാനത്ത്. ഇപ്പം ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ പോകും. വേസ്റ്റ് ഓഫ് മണി അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. വെള്ളമല്ലേ, വെള്ളം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ഇനി 30 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു അനൗൺസ്മെന്റ് ഉണ്ട്, അത് ഞാൻ പറയാം പിന്നെ എപ്പോഴെങ്കിലും. ഞാൻ വെള്ളം മേടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്, ഗിൽറ്റി ആയിട്ട്. അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ വർക്കൊക്കെ തീർത്ത് ഇപ്രാവശ്യം പുറത്തിറങ്ങിയപ്പോൾ പാതിരാത്രി അല്ലായിരുന്നു. ഇങ്ങനെ മുമ്പിൽ നോക്കാതെ പഴക്കുലയൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് എന്നാണ് ഞാൻ മറന്നിട്ട്. ഇന്ന് എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടായിരുന്നു, സമയവും കിട്ടിയില്ല. അർജുൻ യൂസ് യുവർ ബ്രെയിനകത്ത് തപ്പ് എന്തായാലും കിട്ടാതിരിക്കത്തില്ല. ഇവിടെ കണ്ട കിടന്നുറങ്ങുന്നത്. ഞാൻ സൈഡിൽ വന്ന് നിന്നിട്ട് പോലും മനസ്സിലാവുന്നില്ല, ഇത്ര സംസാരിക്കും സൈഡിൽ നിന്നിട്ട്. എൻ്റെ വീട്ടിലെ പൂച്ചകളൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഫേമസ് കണ്ടൻ അവിടെ കണ്ടാ തെണ്ടിതേ അകത്ത് കിടക്കുമായിരുന്നു. അവൻ ഇത്രയും കാറിക്കാരെ വിളിച്ചിട്ട് അവൻ പുറത്തു പോലും വന്നില്ല.
അവൻ ബോധത്തിൽ കിടക്കുക. ഇപ്പൊ പിടിച്ചതിനല്ല. പുറത്ത് പോയിട്ട് കുറച്ച് ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങിയാൽ മതി. അരമണിക്കൂറൊക്കെ മുമ്പേ എഡിറ്റ് ചെയ്ത് തീർന്നത്. അപ്പോൾ തൊട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരമണിക്കൂറേ കിടന്നുള്ളൂ. അപ്പോൾ തന്നെ കിടന്നിട്ട് കഴിയുമ്പോൾ എത്ര കിടിലം ഫീല് ഉള്ളതാടത്. ഇപ്പോഴും കിടന്നുറങ്ങുവാണ്. ചെരുപ്പ് പറഞ്ഞാണ് വീടിൻ്റെ മുമ്പിൽ. ഞാൻ ഈ ചെരുപ്പ് വീട്ടിലും കണ്ടിട്ടേ ഇല്ലല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എപ്പോഴായിരുന്നു ഞാൻ ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞത്? ഇതിപ്പം 3-4 ദിവസമായിട്ട് ഞാൻ പോയിട്ടില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചാൽ എനിക്ക് പോകാൻ മുട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അത് ഈ എന്തുവാണ് നോൺ വെജ് മാത്രം കഴിക്കുന്നതുകൊണ്ട് ഡയറ്റിൽ ഫൈബർ ഒന്നും ഇല്ലല്ലോ, പോകാൻ തോന്നത്തില്ല. ഫൈബർ പിന്നെ വലുതായിട്ട് അല്ലേ, അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല ഇവിടെ. ഇപ്പോൾ ഏതായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വന്ന് 1 കിലോ ഡെയിലി 1 കിലോ കൂടുതൽ ആഹാരം ഡെയിലി കഴിക്കുക. എന്നിട്ട് എനിക്കൊന്നും എങ്ങോട്ട് പോകുന്നത്, മാഞ്ഞു പോകാനുള്ള വയറ്റിനകത്ത് കയറിയിട്ട്. ചിലപ്പോൾ ചോറും ചപ്പാത്തി കഴിക്കാത്ത 1 കിലോ കൂടുതൽ ആഹാരം ഞാൻ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ മാംസം ആകുമ്പം കുറവാണ് കഴിക്കുന്നു തോന്നുന്നു. ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാത്തതുകൊണ്ട് നേരത്തെ എത്ര ആഹാരം കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഫീൽ അങ്ങനെ അത്രയ്ക്ക് വരുന്നില്ല, ചിലപ്പോൾ നാളെ വരുമായിരിക്കും. ഇത് ഡേ 10 ഓഫ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോ ആണ്. ഇന്ന് എനിക്ക് ജിമ്മിൽ വരാൻ ഒരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ എന്നെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് വെയിറ്റഡ് പുള്ളപ്പ് ആണ്. അത് ചത്തിയെത്താണ് ഞാൻ മൂവ് സെറ്റ് ചെയ്തു. ഫൈനലി ബെഞ്ച് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ 110 കിലോയുടെ മൂവ് സെറ്റ് അടിക്കാന്ന് വിചാരിച്ചത്. പക്ഷേ സ്ട്രെങ്ത് ഒട്ടും പോരാ. ഒരു സെറ്റ് അടിച്ചപ്പോൾ തന്നെ എനിക്ക് വെയിറ്റ് കുറയ്ക്കേണ്ടി വന്നു. പിന്നെ ബാക്കി 2 സെറ്റ് 100 കിലോ ചെയ്ത് ഞാൻ. അടുത്ത ഡംബിൾ ഫ്ലൈക്ക് ഏകദേശം ഒരേ സ്റ്റോറി തന്നെയാണ്. തുടങ്ങിയത് 25 കിലോ വെച്ച്. പക്ഷേ രണ്ടാം സെറ്റിന് എനിക്ക് എനർജി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 20 കിലോ വെച്ച് ബാക്കി 2 സെറ്റ് ചെയ്തു. ട്രാപ്സിനാണെങ്കിൽ ഫസ്റ്റ് സെറ്റ് ഞാൻ നോർമൽ വെയിറ്റ് കളിച്ചില്ല, ഡയറക്റ്റ് 10 കിലോ കുറച്ച് തന്നെ കളിച്ചു 3 സെറ്റ്. ഇന്ന് എനിക്ക് സ്ട്രെങ്ത് പോരാ. അപ്പോൾ ഞാൻ ട്രൈസെപ്സിന് വെയിറ്റ് കുറച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഓവർ എക്സ്റ്റൻഷൻ മാറ്റി ഇവിടെ പുഷ് ഡൗൺ ആക്കിയിട്ടുണ്ട്. അടുത്ത എക്സസൈസ് ബൈസെപ്പ് കേൾസ് ആയിരുന്നു. അതിന് ഞാൻ വെയിറ്റ് കുറച്ച് 25 കിലോ ചെയ്യേണ്ടത് ഞാൻ 20 കിലോ ചെയ്യുന്നത്. 20 കിലോ എനിക്ക് കുറച്ച് ഏറെ ലൈറ്റ് ആയിട്ട് തോന്നി. എന്നാലും പിന്നെ കുഴപ്പമില്ല, എല്ലാം വെയിറ്റ് കുറച്ചല്ലേ ചെയ്തത്. ഇന്ന് ഹ്യൂമൻ ഫ്ലാഗ് ഞാൻ അറ്റംപ്റ്റ് പോലും ചെയ്തില്ല, എന്നെ കൊണ്ട് വയ്യായിരുന്നത്. ഇന്ന് എക്സസൈസ് ചെയ്യാൻ എനിക്ക് ഒരു ജീവനും ഇല്ലായിരുന്നു. 1.5 എക്സസൈസ് ഒന്നും ചെയ്ത പോലും ഇല്ല. വെയിറ്റ് പൊക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക്. ഇതുവരെ ഉള്ള ദിവസങ്ങളിനകത്ത് ഏറ്റവും വീക്ക് ഇന്നായിരുന്നു. ഞാൻ മീൻ മാത്രം കഴിച്ചാൽ ശരിയാകത്തില്ല. അത് ചൂര ഗ്യാസാണ്. ചൂര മാത്രമാണ് ഞാൻ ഇന്ന് കഴിച്ചത്. അത് പിന്നെ കൂടുതലും സീനായി, ഛർദ്ദിക്കാൻ വരുന്നതൊക്കെയായിരുന്നു. വേറെ മീൻ മേടിക്കും, അല്ലെങ്കിൽ തന്നെ വേറെ മീനിൻ്റെ കൂടെ ഞാൻ മീൻ മാത്രമായിട്ട് കഴിക്കത്തില്ല. മീൻ മാത്രമായിട്ട് കഴിക്കുന്ന സീന പറ്റത്തില്ല. മിക്സ് ചെയ്ത് തന്നെ കഴിക്കാം, എന്നാലും നടക്കത്തുള്ളൂ. ഒടുക്കത്തെ ബുദ്ധിമുട്ട്. ഒട്ടും എനർജി ഇല്ലായിരുന്നു. മീൻ കാരണമാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇന്ന് എനിക്ക് ഒരു എനർജി ഇല്ലായിരുന്നു. ഞാൻ ചത്തിയത്താണ് ഓരോ കാര്യം ചെയ്തത്. പൊക്കാനേ പറ്റുന്നില്ല എനിക്ക്. എന്തായാലും ഇപ്പോൾ വീട്ടിൽ ചിലപ്പോൾ മീനാണ്, കുറച്ച് മുട്ടയും കൂടി മേടിച്ചേക്കാൻ പറഞ്ഞു. ഇവിടെ കണ്ടാൽ വീട്ടിൽ വന്ന് കുണ്ടി കാണിച്ചു. മുട്ട മേടിക്കാൻ പാടില്ല, ചിക്കന് സീനുള്ളതുകൊണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, മുട്ട കഴിച്ചില്ലെങ്കിൽ എനിക്ക് സീനാണ് ഇന്ന്. ഈ ഡയറ്റിനകത്ത് കാർബണേറ്റഡ് ഡ്രിങ്ക് നല്ലതാണല്ലേ. ഗ്യാസിന് വേണ്ടി വല്ല ഗുണമെന്ന് അറിയത്തില്ല, എന്തായാലും ഒരു ഏമ്പക്കം വരും. നമുക്ക് പിടിച്ചേക്കാം. കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. കുറേ നാളായി കുടിച്ചിട്ട്. കൊള്ളാം, കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. മധുരമൊന്നുമില്ല. ഞാൻ വീട്ടിൽ വന്ന് അപ്പോഴെനിക്കൊരു സ്മെല്ല് വരുന്നുണ്ട്, ഒരു മണം വരുന്നുണ്ട്. ഞാൻ ഒന്നും കുഴപ്പമില്ല, വിട്ടേക്ക്. പിന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇപ്പോഴെനിക്കൊരു മണം വരുന്നുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം. ഈ മൂലയ്ക്ക് ഇങ്ങനെ ചക്ക വെപ്പിച്ചിട്ട് മണം അടുപ്പിക്കുവാൻ എന്നെ കൊണ്ട് കൊച്ചീച്ച് വരുന്നു. ഇത് അതിൻ്റെ പൊക്കത്ത് ഒടുക്കത്തെ മധുരമുള്ളതാണ്, കണ്ടാ അറിയാം. പക്ഷെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതൊരു കുഴപ്പം. ചക്ക മുമ്പ് വെച്ചിട്ട് അമ്മ പറയുകയാണ് വെട്ടാൻ. ചക്ക ഫുള്ളും പശയാണ്, ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ വെട്ടുന്നില്ല. അച്ഛനായിട്ട് വാച്ച വെട്ടത്. ഇനി ഒരെണ്ണോടിയില്ല ചക്ക. എന്നാൽ അതും കൂടി എടുത്തോണ്ട് വാ. എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്താൽ പിന്നെ തലവേദന പറയത്തില്ല. എന്തുവാണ് ഇത്ര അടുത്തിരുന്നിട്ട് ഒരു സ്മെല്ലും വരുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊടുക്കുന്ന റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇത്ര അടുത്തിരിക്കേണ്ടത്. അച്ഛൻ മുറിയാച്ച ഞാൻ മുറിക്കുന്നില്ല, പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതെൻ്റെ അച്ഛൻ്റെ കുടുംബ വീട്ടിൽ അവിടെ ഏതൊരു മൂലക്കേടുന്നൊരു മരത്തിനുണ്ടായ. അച്ഛൻ താഴെ ഇരി, അച്ഛനെ പൊക്കത്തിരിക്കുന്നത്. അമ്മയെ പെട്ടെന്ന് എൻ്റെ മുട്ട ചിക്കി കൊണ്ടുപോകാൻ അല്ല, എൻ്റെ കൺട്രോളെല്ലാം പോയി ഇവിടെ. എന്തുവാ അമ്മേ, എത്ര മുട്ട വേണമെന്നാ? ഒരു 6-7 ഇട്. ചുമ്മാ ഈ അറ്റം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ അറ്റം നല്ല മധുരമാണ്. ഇത് കഴിച്ച് നോക്കിയോ? എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഡയറ്റിലാണ്. ഒരു പീസൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഡയറ്റ് സ്ട്രിക്റ്റ് ഡയറ്റാണ്. അങ്ങനെ തോന്നിയാൽ കഴിക്കാൻ പറ്റും, എനിക്ക് എന്തും കഴിക്കാമല്ലോ. അതെ, അമ്മ മുട്ട കൊണ്ടുവന്നു. അമ്മ മീനും കൊണ്ടുവന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്. പല ആനിമ വേണ്ടേ കാണട്ടെ.